ACCA ചെയ്യുന്ന കുട്ടികൾ 1-2 ദിവസമായിട്ട് വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ പേടിയോടെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ചേഞ്ചസ് അല്ല ACCA സിലബസ് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പേടിക്കാനൊന്നുമില്ല, ഒരു വറിയും വേണ്ട. കാരണം എക്സിസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ ഓൾറെഡി പാസ്സായ പേപ്പേഴ്സിനെ അതൊരിക്കലും എന്ത് ചെയ്തില്ല, വേവ് ചെയ്യുന്നില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും, അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇനി പേപ്പർ എഴുതാൻ ഇനഫ് ടൈം തന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ 2027 സെപ്റ്റംബർ മുതലുള്ള എക്സാമിലാണ് ഈ ചേഞ്ചസ് ഒക്കെ വരുന്നത്. സോ എക്സിസ്റ്റിംഗ് ജോയിൻ ചെയ്ത കുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, എക്സാം പാസ്സായ കുട്ടികൾക്കൊന്നും യാതൊരു രീതിയിലും എന്ത് ചെയ്യുന്നില്ല, ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല. മറിച്ച് ഈ ചേഞ്ചസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. നമ്മൾക്കറിയാം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലോകം ഒരുപാട് മാറിയിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് ഒരു മാർക്കറ്റിലേക്ക് എംപ്ലോയബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ ചേഞ്ചസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ACCAയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. കാരണം സിലബസിൻ്റെ അകത്ത് തന്നെ ഡാറ്റ അനലിറ്റിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡിജിറ്റൽ ടെക് ആൻഡ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചും കൂടി ഡിജിറ്റൽ നോളജും അതേപോലെ ഡാറ്റ അനാലിസിസൊക്കെ സിലബസിൻ്റെ പാർട്ടായി കൊണ്ടുവന്ന് കുറച്ചും കൂടി എംപ്ലോയബിളാക്കിയ ഒരു പ്രൊഫഷണലാക്കി മാറ്റാനാണ് ACCA ഈ ഒരു ചേഞ്ചസിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഇതിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് 3 ലെവലായിരുന്നു ACCA ഉണ്ടായിട്ടുള്ളത്, അത് 4 ലെവലായിട്ടുണ്ട്. ആ 4 ലെവൽ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ലെവൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കാം വിശദമായിട്ട്. ഈ ഒരു ചേഞ്ചസ്, ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് നമുക്ക് നോക്കാം. യെസ്, ഇതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഓരോ ലെവലിലും എക്സാംസ് മാത്രമല്ല, ഒരു എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു മൊഡ്യൂളും കൂടിയുണ്ട്. ആ മൊഡ്യൂൾ എന്താണെന്നത് ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ല. മേ ബി കേസ് സ്റ്റഡീസ് ആയിരിക്കാനാണ് സാധ്യത. ഇതിൻ്റെ കൂടെ തന്നെ ACCA പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ മേ ബി ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴാണ് ഇറക്കുക. ജസ്റ്റ് ഒരു സ്ട്രക്ചർ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സാംസ് കൂടാണ്ട് ഒരു മൊഡ്യൂളും കൂടി ഉണ്ട്, അത് മനസ്സിലാക്കുക. സോ കംസ് ഫസ്റ്റ് വൺ, ഫൗണ്ടേഷൻ ലെവൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 50% കുറവാണ് ഒരു കുട്ടിയുടെ മാർക്കെങ്കിൽ, അങ്ങനെയുള്ളൊരു കുട്ടി ACCAയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷനിൽ 3 പേപ്പർ എഴുതണം. ആ പേപ്പർ ഇതാണ്: F1 അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ, F2 മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ, F3 ഡിസിഷൻ മേക്കിംഗ് വിത്ത് ഡാറ്റ. അപ്പോൾ ഈ 3ഉം അതേ ഓർഡറിൽ 1, 2, 3 എന്നുള്ള ആ ഓർഡറിൽ എഴുതി പാസ്സായതിന് ശേഷം മാത്രമാണ് നോളജ് മൊഡ്യൂളിലേക്ക് പോകാൻ പറ്റുക. നോളജ് മൊഡ്യൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു കേസ് സ്റ്റഡീസ് ആയിരിക്കാനാണ് സാധ്യത. അതിലെനിക്ക് വലിയൊരു വ്യക്തതയില്ല. ACCA തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ തരുന്നു പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റർപ്രൈസ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കേഷൻ കിട്ടുന്നു എന്നുള്ളതും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് എന്ന് പറഞ്ഞൊരു സ്മോൾ സർട്ടിഫിക്കേഷൻ, ഒരു അവാർഡ് എന്ത് ചെയ്യും, ACCA നിങ്ങൾക്ക് തരും. അങ്ങനെ ഫൗണ്ടേഷൻ കഴിഞ്ഞ കുട്ടികൾ, അതേപോലെ +2 നല്ല മാർക്ക് വാങ്ങി 50% കൂടുതൽ മാർക്ക് വാങ്ങിച്ച കുട്ടികൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, നോളജ് മൊഡ്യൂളിലേക്ക് വരാം. നോളജ് മൊഡ്യൂളിൽ വരുമ്പോൾ എഗെയിൻ 3 പേപ്പറാണുള്ളത്. K1 ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, K2 മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, K3 ബിസിനസ് ലോ. ഇപ്പോൾ ഉള്ള ACCAൻ്റെ അതേ പേപ്പേഴ്സ് തന്നെയാണ്. പക്ഷേ അതിൽ BT എന്ന് പറഞ്ഞൊരു പേപ്പർ മാത്രം കാണുന്നില്ല എന്നേ ഉള്ളൂ. അത് സംവെയർ എവിടെയെങ്കിലും ഉണ്ടാവാം. എനിവേ, ഈ നോളജ് മൊഡ്യൂളിൽ ഇങ്ങനെ 3 പേപ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ എംപ്ലോയബിലിറ്റി മൊഡ്യൂളാണ്. ആ റെസ്പോൺസിബിൾ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂളുണ്ട്. ആ മൊഡ്യൂളും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോളജ് ഈസ് ഓവർ. ആ സമയത്ത് നമുക്ക് 2 സ്റ്റാർ അവാർഡ് കിട്ടും. 2 സ്റ്റാർ അവാർഡിൽ വരുന്ന പേര് ഇതാണ്: ഹയർ ഡിപ്ലോമ ഇൻ ബിസിനസ് ആൻഡ് അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ്. ഇങ്ങനെയുള്ളൊരു സർട്ടിഫിക്കറ്റ്, കാറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷനാണ് നമുക്ക് കിട്ടുക. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എക്സ്പെർട്ടൈസ് മൊഡ്യൂളിൽ, ഇപ്പോൾ പ്രസൻ്റ്ലി സ്കിൽ മൊഡ്യൂൾ എന്ന് പേരിൽ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. അതിലും ഈ പറയുന്ന 5 പേപ്പേഴ്സ് തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഇതിൽ ലോ എന്ന് പറഞ്ഞ പേപ്പർ നോളജ് മൊഡ്യൂളിലേക്ക് പോയിന്നേ ഉള്ളൂ. ടാക്സേഷൻ, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഓഡിറ്റ്, ഫൈനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, പെർഫോമൻസ് വിത്ത് ഡാറ്റ അനാലിസിസ്. എനിക്കൊന്ന് ഇതാണ്, ഇതിൽ മാത്രമാണ് ഒരു മാറ്റം വന്നിട്ടുള്ളത്. നമ്മളുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് പേപ്പറിൻ്റെ കൂടെ ഡാറ്റ അനാലിസിസും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്കിൽ ലെവലിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം. അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പുതിയ പേര് എക്സ്പെർട്ടൈസ് എന്നാണ്. ഈ ഒരു 5 പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസിൽ ഡിജിറ്റൽ ടെക് ആൻഡ് ഇന്നോവേഷൻ, നിങ്ങൾ നോക്കിയാൽ ഡാറ്റ അനാലിസിസ്, ഡിജിറ്റൽ നോളജ്, അതൊക്കെ കുറച്ച് കൂടുതൽ വരുന്നുണ്ട് ഇതിൽ പുതിയ സിലബസിൽ. അങ്ങനെ ഈ ഒരു മൊഡ്യൂളും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 സ്റ്റാർ സർട്ടിഫിക്കേഷനാണ് കിട്ടുക.
അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് പ്രൊഫഷണൽ അക്കൗണ്ടൻസി BSc എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷനാണ് ACCA നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇതും കൂടി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻ, നോളജ്, എക്സ്പെർട്ടൈസ്, ഈ മൂന്നും ഇതും കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ P ലെവൽ എന്നുള്ള പേരിൽ ആ ഒരു ഫൈനൽ ലെവലിലേക്ക് പോവാം. അതിൻ്റെ പുതിയ പേര് ഇതാണ്, സ്ട്രാറ്റജിക് പ്രൊഫഷണൽ. ഇപ്പോൾ ഉള്ള P ലെവൽ പോലെയല്ല, അതിൽ പേപ്പേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 2 കമ്പൽസറി പേപ്പറും 1 ഓപ്ഷണൽ പേപ്പർ മാത്രമേ അവിടെ വരുന്നുള്ളൂ. കമ്പൽസറി പേപ്പർ S1 ബിസിനസ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ SBR നമ്മുടെ റിപ്പോർട്ടിംഗ് പേപ്പറിനെ കുറച്ചും കൂടി സസ്റ്റൈനബിലിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ കൂട്ടിയിട്ട് ബിസിനസ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്നുള്ളൊരു പേപ്പറാണ് ഫസ്റ്റിൽ വരുന്നത്. രണ്ടാമത് S2 സ്ട്രാറ്റജിക് ബിസിനസ് ലീഡർ. ഓൾറെഡി ഉള്ള SBL തന്നെയാണ്, അതിൽ വലിയ ചേഞ്ചസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. എനിവേ സിലബസിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം, അത് ഫ്യൂച്ചർ നോട്ടിഫിക്കേഷനിൽ വരും. ഇങ്ങനെ ഈ 2 പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷണൽ പേപ്പർ 1, 2, 5 ഓപ്ഷണൽ പേപ്പർ ഉണ്ട്. ഈ 5 ഓപ്ഷണൽ പേപ്പറിൽ നിന്ന് 1 പേപ്പർ മാത്രം എന്ത് ചെയ്യാം നമുക്ക് എടുക്കാം. അതിൽ ഓൾറെഡി ഉള്ള ഓഡിറ്റ് ഉണ്ട്, കോർപ്പറേറ്റ് ഫൈനാൻസ് ഉണ്ട്, അതേപോലെ പെർഫോമൻസ് ഉണ്ട്, ദെൻ ടാക്സേഷൻ ഉണ്ട്. പുതിയതായിട്ട് ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്, ഡാറ്റാ സയൻസ് പ്രൊഫഷണൽ. എനിക്ക് തോന്നുന്നത് നമ്മൾ എക്സ്പെർട്ട് ലെവലിൽ ഡാറ്റ അനാലിസിസ് ചെയ്തു, ഡിജിറ്റൽ നോളജ് ചെയ്തു. P ലെവലിലും അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവലിലും നമുക്കൊരു പുതിയ പേപ്പർ വന്നിട്ടുണ്ട്, ഡാറ്റാ സയൻസ് പ്രൊഫഷണൽ. എനിക്ക് തോന്നുന്നത് മാറുന്ന ലോകത്തിന് അനുസരിച്ചിട്ടുള്ളൊരു ചേഞ്ചസ് ആണ് ACCA കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ചും കൂടി സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിരിക്കും ഇനി ACCA കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് ഈ 5 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കാം. അതേപോലെ മൊഡ്യൂൾ, നമ്മുടെ എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂളായ എത്തിക്കൽ സസ്റ്റൈനബിൾ ലീഡർഷിപ്പ്, ആ ഒരു മൊഡ്യൂളും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി, ACCA ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. എനിവേ ACCA തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ എന്താ പറയുക അനാലിസിസ്, ഇതിൻ്റെ ബാക്കി ചേഞ്ചസും സിലബസും കംപ്ലീറ്റ് സിലബസും വിൽ ബി അപ്ഡേറ്റഡ് സൂൺ. മേ ബി ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റിൽ ആ സമയത്തായിരിക്കും വരിക. ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എനിവേ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന കുട്ടികൾക്കൊന്നും ഈ ചേഞ്ചസ് ഒന്നും അപ്ലിക്കബിൾ അല്ല. മേ ബി ഏതെങ്കിലും കുട്ടികൾക്ക് എക്സാം ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് എക്സാം പാസ്സായി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2027 മുതൽ എന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും പേപ്പേഴ്സ് എന്ത് ചെയ്യും വന്നേക്കാം. അപ്പോൾ ട്രാൻസിറ്റ് ചെയ്യേണ്ടി, നമ്മൾ പഴയ സ്കീമിൽ നിന്ന് പുതിയ സ്കീമിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് മാറേണ്ടി വരും. അതെങ്ങനെയാണ് മാറുക, സ്വിച്ചിങ് സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളത് വിൽ ബി അപ്ഡേറ്റഡ് സൂൺ. എനിവേ കൂടുതൽ അപ്ഡേഷൻ ഉണ്ടാവുന്ന മുറക്ക് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ ഗുഡ് ഡേ.